യൂണിറ്റ് 3 റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെൻറ്റ്സ്. തേർഡ് യൂണിറ്റിൽ പറയുന്നത് ജോബ് അഡ്വർടൈസ്മെൻറ്റിന് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. പരസ്യങ്ങളിൽ വരുന്ന ജോലിയോട് നമ്മൾ എങ്ങനെയൊക്കെ പ്രതികരിക്കണം. ഈ ഒരു യൂണിറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ്, വാമപ്പ്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, റെസ്പോണ്ടിങ് ടു ജോബ് ആഡ്സ്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന ജോബ് ആഡ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. പിന്നെ വൊക്കാബുലറി റിലേറ്റഡ് ടു അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദാവലികൾ. ലിസണിങ് ടു എ കോൺവെർസേഷൻ, നമ്മൾ കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഒരു കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ലിസണിങ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. സ്പീക്കിംഗ്, റോൾ പ്ലേ, ടെലിഫോണിങ്. ഗ്രാമറിൽ നോൺ ഫിനിറ്റ്സ് ആണ്. നോൺ ഫിനിറ്റ്സ് എന്ന് വെച്ചാൽ നെയിം ഓഫ് സ്കിൽസ്, ഇൻറ്റൻഷൻ, കൈൻഡ് ഓഫ് ജോബ്, അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഗ്രാമർ പാർട്ടാണ്. പിന്നെ റൈറ്റിങ്ങിൽ റെസ്പോണ്ടിങ് ടു ആൻ അഡ്വർടൈസ്മെൻറ്റ്, ഒരു അഡ്വർടൈസ്മെൻറ്റിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, അത് എഴുത്തിലൂടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ ആൻസേഴ്സും നൽകിയിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സിലോട്ട് നോക്കാം. ദിസ് യൂണിറ്റ് വിൽ ഹെൽപ്പ് യു ടു ലേൺ ആൻഡ് പ്രാക്ടീസ് സ്ട്രക്ചേഴ്സ് അറൗണ്ട് അഡ്വർടൈസിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു അഡ്വർടൈസ്മെൻറ്റ്സ്. Understand the language of an advertisement. Develop vocabulary related to jobs. Use polite language to make enquiries. Be aware of language structure and vocabulary required to respond to advertisements. അപ്പോൾ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് ഇതിൻ്റെ? സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് തന്നു അല്ലേ, അത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ അഡ്വർടൈസിൽ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ലാംഗ്വേജ്, അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന ഏത് പരസ്യം ആയിക്കോട്ടെ അതിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡെവലപ്പ് വൊക്കാബുലറി റിലേറ്റഡ് ജോബ്സ്, ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദാവലികൾ നിങ്ങളുടെ വികസിപ്പിച്ചെടുക്കുക. പിന്നെ യൂസ് പൊളൈറ്റ് ലാംഗ്വേജ് ടു മേക്ക് എൻക്വയറീസ്, നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കണമെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്ന തരത്തിലല്ല, നമ്മളോട് സ്നേഹം വരുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ലാംഗ്വേജ് ഉണ്ട്. എൻക്വയറീസിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ബി അവെയർ ഓഫ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബുലറി റിക്വയർഡ് ടു റെസ്പോണ്ട് ടു അഡ്വർടൈസ്മെൻറ്റ്സ്. പരസ്യം വരുമ്പോൾ നമുക്ക് വെറുതെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞ് എഴുതിയാൽ പോരല്ലോ. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിനോട് പ്രതികരിക്കാൻ ആവശ്യമായ വൊക്കാബുലറി, അതുപോലെ തന്നെ അതിൻ്റെ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി വാമപ്പ്. റീഡ് ദ 2 അഡ്വർടൈസ്മെൻറ്റ്സ് ഗിവൺ ആൻഡ് ഡിസ്കസ് ഫോളോവിങ്. താഴെ 2 ആഡ് പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 2 പരസ്യങ്ങളും ആദ്യം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ 5 ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വു പുട്ട് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്. ആദ്യം ഒന്നാമത്തെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പരസ്യം നിങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കി, എന്നിട്ട് ഒന്നാമത്തേന് ആൻസർ ചെയ്താൽ ശ്രമിക്കുക. ആരാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് നൽകിയിരിക്കുന്നത്? രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ലുക്കിംഗ് ഫോർ. അഡ്വർടൈസ്മെൻറ്റ് തന്നിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്താണ് നോക്കുന്നത്, എന്താണ് അവർക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ അവർ ആരെയാണ് തിരയുന്നത്, ആരെയാണ് അവർക്ക് ആവശ്യം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ദ ജോബ്. അവർ നൽകിയിരിക്കുന്ന പരസ്യത്തിലെ ജോലിക്ക് ആവശ്യമായ കഴിവുകൾ എന്തൊക്കെയാണ്. 4, ഇഫ് യു വെർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ് മെൻഷൻഡ്, വാട്ട് വുഡ് യു വാണ്ട് ടു നോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന, അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ. വാട്ട് വുഡ് യു വാണ്ട് ടു നോ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്. 5, വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 അഡ്വർടൈസ്മെൻറ്റ്സ്. ഈ 2 പരസ്യങ്ങളും ഒരുപോലെ അല്ലല്ലോ, എന്തൊക്കെയോ ഒരു അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ 2 അഡ്വർടൈസ്മെൻറ്റും തമ്മിലുണ്ട്. അത് എന്താണ്, ആ ബേസിക് ഡിഫറൻസ് എന്താണ് ഈ 2 അഡ്വർടൈസ്മെൻറ്റും തമ്മിൽ. ഇനി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. പൊസിഷൻസ് ഓഫ് 2 ഫുൾ ടൈം സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഫിസിക്സ്. അപ്പം ഇതാണ് അവർക്ക് ആവശ്യമുള്ള ജോലിയുടെ ടൈറ്റിൽ എന്തായാലും ഇതാണ്. ഫിസിക്സിൽ ഒരു സീനിയർ കൺസൾട്ടൻസിനെ, 2 ഫുൾ ടൈം സീനിയർ കൺസൾട്ടൻസിനെയാണ് അവർക്ക് ആവശ്യം. ലൊക്കേഷൻ ഇഗ്നോയാണ്, മൈഡൻ ഗർഹി, ന്യൂഡൽഹി. ഇത് അവരുദ്ദേശിച്ചിരിക്കുന്ന ഡേറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് August ആണ്. The School of Science invites application from candidates for the positions of 2 full-time senior consultants in physics. They will be involved in helping the faculty in developing theory and practical components of physical electives of BSc CBSE program, CBCS program
ഇഗ്നോ വേക്കൻസി ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് പോസ്റ്റ് 2, നെയിം ഓഫ് ദ പോസ്റ്റ് സീനിയർ കൺസൾട്ടൻറ്റ്. അപ്പോൾ പോസ്റ്റിൻ്റെ പേര് സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഫിസിക്സിൽ. പിന്നെ 2 പോസ്റ്റുകളുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് 2 പോസ്റ്റുകളാണ്. പിന്നെ ഇവർ ഇഗ്നോയിലാണ് ഈ വേക്കൻസി ഉള്ളത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് സയൻസ് ആണ്, അവർക്ക് ആപ്ലിക്കേഷൻ വേണം. എങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നാണ്? ഈ 2 ഫുൾ ടൈം സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിക്സിലാണ് അവർക്ക് ആവശ്യം. അപ്പം അവരെങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? they will be involved in the helping the faculty in developing theory. ഇവർ തിരഞ്ഞെടുക്കുന്ന കാരിയേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്കൽറ്റീനെ സഹായിക്കണം കൺസൾട്ടൻസ്. എന്തിനാ? തിയറിയും പ്രാക്ടിക്കൽ കമ്പോണൻസും. ഫിസിക്കലിൻ്റെ ഇലക്റ്റീവിൻ്റെ പേപ്പറുണ്ട്, BSc CBCS പ്രോഗ്രാംസ് ആണ്. അപ്പം അതിൻ്റെ പ്രാക്ടിക്കലും തിയറി കമ്പോണൻസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരായിരിക്കണം ഈ 2 കൺസൾട്ടൻസ്. ഏജ് ലിമിറ്റ്, ദ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റിന് 68 വയസ്സാണ്. 68 ഇയേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഏജ് ലിമിറ്റ് എന്താണ്? ഈ അഡ്വർടൈസ്മെൻറ്റ് തന്നിരിക്കുന്ന ഡേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, മെൻഷൻ ചെയ്തു. അപ്പോൾ തന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് മാക്സിമം 68 വയസ്സ്. 69 വയസ്സാണെങ്കിൽ ഈ ജോലിക്ക് യോഗ്യരല്ല. 68 വയസ്സായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 68 വയസ്സ് വരെയാണ്. ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അന്ന് 68 വയസ്സ് കവിയാൻ പാടില്ല. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? PhD in physics with minimum 10 years teaching experience at UG or PG level. PG അല്ലെങ്കിൽ UG ലെവലിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് 10 വർഷത്തെ മിനിമം 10 വർഷത്തെ ഫിസിക്സിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ PhDയും ആവശ്യമാണ്. ഡിസൈറബിൾ പിന്നെ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെ വേണം? ടീച്ചിങ് ഓഫ് ഇലക്ട്രോണിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ന്യൂക്ലിയർ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, thermodynamics and statistical mechanics at UG PG level along with other physics course, experience of writing textbooks and SLM at UG PG level. ഇനി ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. ഈ ഒരു ഫീൽഡിലൊക്കെ എന്തായിരിക്കണം അവരാഗ്രഹിക്കുന്നത്? UG PG ലെവലിൽ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ അതുപോലെ ഫിസിക്സ് കോഴ്സ് ഈ UG PG എല്ലാ കോഴ്സുകളുടെയും കൂടെ ഫിസിക്സ് കോഴ്സും എന്തായിരിക്കണം? UG PG ലെവലിൽ ചെയ്തിരിക്കണം. ഇനി സെലക്ഷൻ പ്രോസസ്സ്. കാൻഡിഡേറ്റ്സ് വിൽ ബി സെലക്റ്റഡ് ത്രൂ ആൻ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂയുടെ ബേസിലാണ് ഉദ്യോഗാർത്ഥികളെ അവർ സെലക്ട് ചെയ്യുന്നത്. ഹൗ ടു അപ്ലൈ? എലിജിബിൾ കാൻഡിഡേറ്്സ് ക്യാൻ അറ്റൻഡ് ദ ഇൻ്റർവ്യൂ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് വിത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സിറോക്സ് കോപ്പീസ് ഓഫ് ദ സെയിം ഓൺ 31/8/2018. യോഗ്യരായ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കൂടെ അവർ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അവരുദ്ദേശിക്കുന്ന ഫോർമാറ്റിൽ ആ ആപ്ലിക്കേഷൻ തയ്യാറാക്കണം. കൂടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, 10 years എക്സ്പീരിയൻസ് ഉണ്ട്, അവരാഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സിറോക്സ് കോപ്പീസും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും 31/8/2018. ഓക്കെ, അപ്പം ആ ഒരു സെയിം ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ കോപ്പീസ് എല്ലാത്തിൻ്റെയും സെയിം കോപ്പീസും 31/8/2018 അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അവരുദ്ദേശിക്കുന്ന ഫോർമാറ്റിൽ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഒറിജിനൽ സിറോക്സ് കോപ്പീസ് എല്ലാം വെച്ച് വേണം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. ഹൗ ടു അപ്ലൈ? ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31 ഓഗസ്റ്റ് 2000 അതാണ് ലാസ്റ്റ് ഡേറ്റ്. അഡ്വർടൈസ്മെൻറ്റ്സ് 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അഡ്വർടൈസ്മെൻറ്റ് നോക്കാം. ഹോട്ടൽ ജോബ്സ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ ഹോട്ടൽ ജോബ്സ് ആണ്. AD ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ലണ്ടൻ ആണ്. ഡേറ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഓഗസ്റ്റ് 12 എ ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കമ്പനി ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി ബിസിനസ് ഈസ് ലുക്കിംഗ് ഫോർ വർക്കേഴ്സ് ടു വർക്ക് ഇൻ ബ്രിട്ടൻ. ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് അക്കോമഡേഷൻ ഇൻ ലണ്ടൻ വിൽ ബി പ്രൊവൈഡഡ്. അപ്പം ഒരു ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഹോട്ടൽ ഇൻഡസ്ട്രി ബിസിനസ്സാണ്. അവർ സെർച്ച് ചെയ്യുന്നത് വർക്കേഴ്സ് എന്ത് ഫീൽഡിലായിരിക്കണം? ബ്രിട്ടനിൽ വർക്ക് ചെയ്യുന്നവരെയാണ് അവർക്ക് ആവശ്യം. പിന്നെ വർക്കേഴ്സ് ടു വർക്ക് ഇൻ ബ്രിട്ടനിൽ പോയി നമ്മൾ ജോലി ചെയ്യണം. ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻസ് എല്ലാ ചിലവും ലണ്ടൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേക്കൻസി ആർക്കൊക്കെയുണ്ട്? ക്ലീനേഴ്സിന്, ഗാർഡനേഴ്സ്, സ്റ്റെവാർഡ്സ്, ഡ്രൈവർ, ബാർ അറ്റൻഡൻസ്, പ്ലംബേഴ്സ്, PR മാനേജേഴ്സ് എല്ലാം.
ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, വാച്ച്മാൻ, റിസപ്ഷനിസ്റ്റ്, ക്ലർക്സ്, കുക്സ്, അക്കൗണ്ടൻസ്, ടെക്നീഷ്യൻസ്, വെബ് ഡിസൈനേഴ്സ്, പ്രോഗ്രാമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും എന്താണ് എംപ്ലോയേഴ്സിന്, വർക്കേഴ്സിനെയാണ് അവർക്ക് ആവശ്യം. അപ്പം ഇൻട്രസ്റ്റഡ് കോണ്ടാക്റ്റ് PN സുരേഷ് ഫോർ ലാംഗ്ഡിത്ത് ഹോട്ടൽസ് ലിമിറ്റഡ്, suresh@yahoo.com മെയിൽ ID, അഡാപ്റ്റഡ് ഫ്രം ദ ഇൻ്റർനെറ്റ്. അപ്പം ഇതാണ് 2 അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പം ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നേരത്തെ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസിനും 2 അഡ്വർടൈസ്മെൻറ്റിനെയും അതിന് ബേസ് ചെയ്ത് വേണം ആൻസേഴ്സ് എഴുതാൻ. റെഡിയല്ലേ? ഓക്കെ, റീഡ് ദ 2 അഡ്വർടൈസ്മെൻറ്റ്സ് ഗിവൺ ആൻഡ് ഡിസ്കസ് ദ ഫോളോവിങ്. 2 അഡ്വർടൈസ്മെൻറ്റും വായിച്ച് ഈ 5 ചോദ്യത്തിന് 2 അഡ്വർടൈസ്മെൻറ്റിൽ നിന്നും ഉത്തരം കിട്ടണം. ആദ്യം നിങ്ങൾ ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റിന് ഈ 5ൻ്റെയും ഉത്തരം കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ അടുത്ത അഡ്വർടൈസ്മെൻറ്റിൻ്റെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. വോ പുട്ട് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്, ആരാണ് അഡ്വർടൈസ്മെൻറ്റ് നൽകിയത്? വാട്ട് ഈസ് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ലുക്കിംഗ് ഫോർ, അവർ സെർച്ച് ചെയ്യുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ കമ്പനി അവർക്ക് ആരെയാണ് ആവശ്യം, ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് വ്യക്തിയെയാണ് അവർ നോക്കുന്നത്? വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ദ ജോബ്, ഈ ജോലിക്ക് ആവശ്യമായ കഴിവുകൾ എന്തൊക്കെ? ഇഫ് യു വെർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ് മെൻഷൻ വാട്ട് വുഡ് യു വാണ്ട് ടു നോ, നിങ്ങൾക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വാട്ട് വുഡ് യു വാണ്ട് ടു നോ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഓക്കെ, എന്താണ് നിങ്ങളുടെ ആവശ്യം? വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ 2 അഡ്വർടൈസ്മെൻറ്റ്സ്, ഈ 2 അഡ്വർടൈസ്മെൻറ്റും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ്? ഇത് മുന്നേ ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്. ഈ 5ൻ്റെയും ഉത്തരം 2 അഡ്വർടൈസ്മെൻറ്റിലെയും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് വോ പുട്ട് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്, ഇഗ്നോ ഡൽഹിയാണ് അല്ലേ? ഓക്കെ, ആൻസർ സെക്കൻഡ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ കൺസൾട്ടൻസ്, ഫിസിക്സിൽ സീനിയർ കൺസൾട്ടൻറ്റിൻ്റെ പോസ്റ്റിലോട്ടാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ദ എക്സ്പീരിയൻസ് ഓഫ് റൈറ്റിംഗ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് SLMS അറ്റ് UG/PG ലെവൽ, UG/PG ലെവലിൽ 10 years പഠിപ്പിച്ച എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കൊക്കെ എഴുതുന്ന എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ് വാട്ട് യു വാണ്ട് ടു നോ, നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയാൻ ആവശ്യം? വെദർ ദ റിക്രൂട്ടേഴ്സ് വിൽ കൺസിഡർ ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് വിത്തൗട്ട് എനി വർക്ക് എക്സ്പീരിയൻസ്, ജോലി ആവശ്യമുള്ള റിക്രൂട്ടേഴ്സ്, ആവശ്യക്കാർ ഫ്രഷേഴ്സിനെ കൺസിഡർ ചെയ്യുമോ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വിത്തൗട്ട് എനി വർക്ക് എക്സ്പീരിയൻസ്, 10 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ റിക്രൂട്ടേഴ്സ് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 5th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഫസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഓഫ് ആൻ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൽ ദ സെക്കൻഡ് ഈസ് ഫ്രം ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യത്തേത് അക്കാദമിക്കലാണ്, സെക്കൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, സേവന മേഖലയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ജോലികൾ പറഞ്ഞിരുന്നു അല്ലേ, ക്ലീനിങ്, അങ്ങനെ പലതും. അപ്പം ഹോസ്പിറ്റാലിറ്റി സെക്ടറും ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആൻസേഴ്സ് നമുക്ക് ചെയ്തു നോക്കാം. വോ പുട്ട് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്, ആരാണ് ഈ സെക്കൻഡ് അഡ്വർടൈസ്മെൻറ്റ് നൽകിയത്? ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ഇൻ ദ ഹോട്ടൽ ബിസിനസ്, ഹോട്ടൽ ബിസിനസ്സിലുള്ള ഒരു മൾട്ടിനാഷണൽ ആയിട്ടുള്ള ബ്രിട്ടീഷ് കമ്പനിയാണ് അല്ലേ. ഇനി അവർക്ക് എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനാണ് അവർ തരുന്നത്? കാൻഡിഡേറ്റ്സ് ലുക്കിംഗ് ഫോർ ജോബ് റേഞ്ചിങ് ഫ്രം ക്ലീനേഴ്സ്, ഗാർഡനേഴ്സ്, സ്റ്റെവാർഡ്സ്, ഡ്രൈവേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ടു മാനേജേഴ്സ് റിലേറ്റഡ് ടു ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ടു വർക്ക് ഇൻ ബ്രിട്ടൻ, ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ, അതും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് മാനേജേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, അതുപോലെ ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ജോലികളും അവർ തരുന്നു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജോലിയിൽ ആവശ്യമുള്ള കഴിവുകൾ അവർ പറയുന്നത്? ഈച്ച് ജോബ് റിക്വയേഴ്സ് ദ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഓർ സ്കിൽ, താഴെ പറയുന്ന ഓരോ ജോലിക്കും ഓരോ ക്വാളിഫിക്കേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലീനേഴ്സിനോ സ്കിൽ ഓഫ് യൂസിങ് വേരിയസ് ഗാഡ്ജറ്റ്സ് ഫോർ ക്ലീനിങ്ങിന് വ്യത്യസ്തമായ രീതിയിൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ അറിയണം. ഗാർഡനേഴ്സ് ആണെങ്കിലോ സ്കിൽ ഓഫ് പ്ലാന്റിങ്, ഗ്രോയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗാർഡൻസ് ആൻഡ് ലോൺസ്, ഈ ലോൺസ്, ഗാർഡൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്താനും നടായാനൊക്കെ ഉള്ള കഴിവ് വേണം. സ്റ്റെവാർഡ്സിനോ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് എക്സെട്ര, മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമയാണ് സ്റ്റെവാർഡ്സിന് വേണ്ടത്. 4th വൺ നോക്കാം. സിൻസ് ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആൻഡ് സ്റ്റേ വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദ എംപ്ലോയേഴ്സ്, ദ കാൻഡിഡേറ്റ്സ് വുഡ് വാണ്ട് ടു നോ ദ സാലറി, വർക്കിംഗ് അവേഴ്സ്, ഹോളിഡേയ്സ്, ദ പെർക്സ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. അപ്പം അവർ പരസ്യത്തിൽ എന്ത് മാത്രമേ നൽകുന്നുള്ളൂ? ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കമ്പനി നൽകും, അക്കോമഡേഷനും ഫ്രീ ആണെന്നാണ്, സാലറി പോലുള്ള ഒന്നും അല്ല. അപ്പം നമുക്കറിയേണ്ടത്, നമുക്ക് ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പം നമുക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയേഴ്സിന് ഇതൊക്കെ നൽകിയാലും സാലറിയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര മണിക്കൂർ ജോലിയുണ്ട്, എപ്പോഴൊക്കെയാണ് ഹോളിഡേയ്സ് ഉള്ളത്, അതുപോലെ പെർക്സ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് വല്ലതും ഉണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടത്.
അഞ്ചാമത്തെ ആൻസർ എന്താണ്? ദിസ് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ മറ്റതിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നു? ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് വൺ ആസ് ഇറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ ലുക്കിംഗ് ഫ്രഷ് റിക്രൂട്ട്സ്. എന്ന് വെച്ചാൽ ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും പ്ലേസ്മെൻറ്റ് നൽകുന്നത് ഈ ഓരോ ഓർഗനൈസേഷനാണ്. അപ്പം അതിൽ നിന്ന് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഷ് റിക്രൂട്ട്സ്. ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ഫ്രഷ് ആയിട്ടുള്ള ആളുകളെയും അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ജോലിയിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ജോലി ശരിക്കും ഒരു ബ്രിട്ടീഷ് കമ്പനിയാണല്ലോ, ഓർഗനൈസേഷനാണ് ഈ ജോലി പ്ലേസ്മെൻറ്റ് നൽകുന്നത്. അതാണ് ഈ ഡിഫറൻസ് അഡ്വർടൈസ്മെൻറ്റിൽ. ഓക്കെ, ഈ സ്റ്റെവാർഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ കാര്യസ്ഥപ്പണി അതൊക്കെയാണ് കേട്ടോ. അത് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ.